നമ്മുടെ പുതിയ വീടിൻ്റെ പുറകിലായിട്ട് നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതും കൊണ്ട് വില്ലേജ് ഓഫീസിലേക്ക് വന്നതാണ്. ഹായ് ബേബി. ചീരയും പയറും മേടിക്കാൻ, പച്ചപ്പയർ. അപ്പോൾ ദേ ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു കടയുണ്ടായിരുന്നു ഇതുപോലെ ചീരയും പച്ചച്ചയറും വയ്ക്കാം. അപ്പം അണ്ണൻ അടുത്തെത്തിയപ്പോൾ പറയാം, നീ അടുത്ത് മൂട്ടിലെത്തുമ്പോൾ പറയാനോ ദൂരേന്ന് കാണുമ്പോൾ പറയാൻ. അപ്പോൾ അതേ ദൂരേന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല ചുമപ്പ്. അതെ. വീട്ടിലോട്ട് വന്ന് ഫ്രണ്ട്സ് അവിടെ ഓലയൊക്കെ വീണ് കിടക്കുന്നത്. ഒരു ചീനി അങ്ങ് പിഴുക. ഇവിടെ എല്ലാം തൊഴിലുറപ്പ് മൈൻഡാണ്, അതുകൊണ്ട് ആരും ഇല്ല കേട്ടോ. ഞാൻ അണ്ണനോട് പറഞ്ഞത് നമുക്ക് ചീനി പിഴുകാം. വലിച്ച് പിഴുതിട്ട് എണ്ണ ഇങ്ങോട്ട് എളുപ്പമായിരിക്കും, കാരണം ഇളകിയിരിക്കുമല്ലേ. ആടട്ടെ. അധികം ഒന്നും ഇല്ലയോടി. അമ്മ രാവിലെ പറഞ്ഞു പിഴുക ഒത്തിരി കാണുമെന്ന്. നമുക്കിത് മതി. പിന്നെ വീട്ടിൽ അവിടെ ബക്കറ്റിൽ 3 കൂട്ടം എടുത്തോണ്ട് വന്ന 2 കഷ്ണമുണ്ട്. ചിലപ്പോൾ അതിന് അടിയിലോട്ട് പോകും കേട്ടാ. അല്ലോ വയ്യ, അതിൻ്റെ അടിയിലുണ്ട് ചീനിയാണ്ടേ. അണ്ണേ ആ മണ്ണിനകത്ത് ചീനി വീഴിപ്പുണ്ട്. അതിനിപ്പോൾ കൂന്താലൊക്കെ എങ്ങനെ എടുക്കും? അണ്ണൻ പുതിയ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുമല്ലേ. മതി നമുക്ക് ധാരാളം മാവ് നോക്കാൻ മതി. ആണ്ട് ഫ്രണ്ട്സ് മാവ്, ഞങ്ങളുടെ മാവ് ആണ്ട് ഈ വട്ടം പൂത്ത്. ഞങ്ങളുടെ മാവിന് പ്രത്യേകത എന്തോ 1.5 ഇടവിട്ട് പൂക്കും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മാവാണ് കേട്ടോ. ഓരോ വർഷം കൂടുമ്പോഴേ ഇതിങ്ങനെ ആവും. കഴിഞ്ഞ വർഷം മാങ്ങ കിളിച്ചില്ല, അതുകൊണ്ട് ഈ വർഷം കിളിച്ചു. നല്ല മാങ്ങയാണ്. അയ്യം കിടക്കുന്നു കിടപ്പ് നോക്ക്. ഇത് ഞങ്ങളുടെ അമ്മ ആട്ടിന് വേണ്ടി എരുത്തിൽ കെട്ടാൻ വേണ്ടി പോയതാണ്. ലാസ്റ്റ് ഇത് സ്റ്റേജിൻ്റെ പരിവായി കമ്പിയൊക്കെ ഓടിച്ച് ദൂരെ കളഞ്ഞു, വെറുതെ കെട്ടിയിട്ട്. അല്ല മതി എണ്ണ ഏതാണ്ട് ഇതിനകത്തോട്ട് എടുക്കും. കറിവേപ്പില അമ്മ എന്നെ ഇടിക്കും, എന്നാലും പിച്ചിക്കൊണ്ട് പോവാം. അവിടെ ഒന്നുമില്ല, അവിടെ പിച്ചി തീർന്നു എൻ്റെ പൊന്നെ. ആവശ്യത്തിനുള്ളേ നമുക്ക് പോകാം. ക്ലീനാക്കി തരുവാണ് ഇവിടെയും. ഇവിടെ ക്ലീനാക്കി തരുമോ? 1 കിലോ 200. ഏത് വേണം? കറി വെച്ച് വറക്കുമ്പോഴേ നാളത്തേക്കൂടല്ലേ. നമ്മളെ ഉച്ചയ്ക്കും രാത്രിയും ചോറ് കഴിക്കുന്നവരായിരുന്നേ. ഇപ്പം ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ചോറ് വെപ്പുമില്ല കഴിപ്പുമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ നോമ്പല്ലേ. അപ്പം ഈ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കും. പാത്ത്, പള്ളിക്കഞ്ഞി, ഫ്രൂട്ട്സ് എല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ രാത്രി എന്തെങ്കിലും വേണോ മക്കളെ വെച്ച് അവർക്കും വേണ്ട, അണ്ണനും വേണ്ട, എനിക്കും വേണ്ട. അതുകൊണ്ട് ചോറ് വെച്ച് കളയണമെന്ന് ഉണ്ടാക്കാത്ത. പിന്നെ നമ്മൾ പിന്നെ രാവിലെ കാപ്പിയും, രാവിലെ അങ്ങനെ ചോറും കഴിക്കില്ല. അപ്പം ഇന്നലെ തൊട്ടേ ആഗ്രഹം ഇന്ന് ചോറ് കഴിക്കണം എന്നങ്ങനെ മതിൽ മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ മീനും ചീനയും എല്ലാം ഒപ്പിച്ചത്. പിന്നെ നമുക്ക് മീൻകറിയും തോരനും പയറുപ്പേരിയും ചീനിയും എല്ലാം കൂട്ടി ഇന്ന് ചോറാട്ടെ. ഇന്ന് സ്നാക്സ് ആയിട്ട് അതെ. പിന്നെ ബാക്കി ചോറ് നമുക്ക് ഇടയത്താണ്. ചീനി പിച്ചാത്തേങ്ങ കേട്ടോ. പിന്നെ കുക്കറിലിട്ട് നമ്മൾ 2 അടി അടിക്കുമ്പോഴത്തേക്ക് ചീനിയൊക്കെ സെറ്റ്. വെറുതെ എന്തെങ്കിലും തിളപ്പിച്ചിട്ട് ഇന്ന് കത്തിരി നമ്മൾ അതും കൂടി ഇട്ട് മീൻകറി. അപ്പം ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ഓഫീസ് അല്ലേ അത് തന്നെ, വില്ലേജ് ഓഫീസ്. നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ നമുക്ക് മുന്നാധാരം വേണം, ഈ നമുക്ക് വസ്തു തന്നാളില്ല. അപ്പം അതുകൊണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ബാക്കി പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പം ഇനി അതും കൊണ്ട് പിന്നെ അണ്ണം പോകും. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ കയറി പോകാൻ. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുമ്പോൾ പൊന്നൂനെയും മൊണ്ടനെയും തിരിച്ച് വരുമ്പോൾ നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. മീൻ കഴുകി വറുക്കാനാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ വറുത്തതേ പോവും.
വറുക്കാനെടുത്ത് പൂച്ച അമ്മ അടി ഉണ്ടാവുന്നത് വറുക്കാനെടുത്തിട്ടേ അയ്യോ ഇതെന്തുവാന്ന് നോമ്പ് പിടിച്ച് നമ്മൾ ഓരോന്നും ചെയ്യാൻ നമുക്ക് പ്രാന്ത് പിടിക്കും കേട്ടോ. സത്യം പറഞ്ഞ അണ്ണേ അതൊന്നും തീ ഉറക്കണ്ട പ്ലീസ് അണ്ണേ. അതും അതിലേതിലോ ഉണ്ട്. അത്രയൊന്നും വേണ്ട, ഇച്ചിരി കൂടെ. ഉലുവ ഒത്തിരി ആയാൽ കഴിക്കും. ഇച്ചിരി ഉള്ളി മാത്രം ഇട്ടാൽ മതി. ഉള്ളിയും ഇതും ഇട്, പച്ചമുളകും വേണം. പുറത്തു പോകാനുള്ള ഡ്രസ്സിൽ അതേ രീതി പെട്ടെന്ന് കാര്യം നടക്കുക. സമയമില്ല പിന്നെ അതുകൊണ്ടാ കുരുമുളക് പൊടി. ഇനി പിന്നെ ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം വില്ലേജ് ഓഫീസിൽ പിന്നെ രണ്ടാമത് പോകാൻ. പിന്നെ പിള്ളേരെ വന്ന് 3:30 വിളിക്കണം. അത് കഴിഞ്ഞ് പിള്ളേരെ ട്യൂഷനാക്കണം. അത് കഴിഞ്ഞ് ജോലിക്കാരെടുത്ത് പോകണം. ഇനി രണ്ടുപേരെയും നോമ്പ് പിടിപ്പിക്കുന്നത് ഇതുള്ള സമയത്തേ ഉള്ളൂ, അവധിയുള്ള സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. ഇത് കിട്ടില്ലടി കറിവേപ്പില. കറിവേപ്പില ഇനി ഇട്ടാലും മതി. എത്ര 2-3 വിസല മതിയാ? നമ്മുടെ മീൻ മസാല ചേർത്ത് വറുക്കാനാണ് ഞാൻ കൂടുതലെടുത്തത്. മീൻ ഫ്രിഡ്ജിൽ അങ്ങ് കയറ്റാം, പിന്നെ വറുത്താടിയല്ലോ സമയത്ത്. ചൂടാ സഹിക്കാൻ പറ്റാത്തത്. അതുമല്ല ഈ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടകളിൽ ജനമുണ്ടല്ലോ, ഭയങ്കര ചൂടാണ്. കാറിന് വെളിയിലോട്ട് ഇറങ്ങണ്ട. വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പാട് വിട്ട് വലിയ ഇതില്ലല്ലോ, നമ്മൾ വെയിലത്തിറങ്ങുന്നില്ലല്ലോ, അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ നല്ല ചൂട് കാരണം കൊണ്ട് വൈകിട്ട് മഴയും ചാടി രാത്രി. ഇവിടെ ഒന്നും വലുതായിട്ടില്ലായിരുന്നു. ഞങ്ങളെ പുതിയ വീട് അവിടെ ഇന്നലെ വൈറ്റ് സിമെന്റ് അടിക്കുമായിരുന്നു കേട്ടോ. വൈറ്റ് സിമെന്റ് അല്ല, പുട്ടി അടിക്കുമായിരുന്നു. അന്നേരം അണ്ണനങ്ങ് ഭയങ്കര ടെൻഷൻ. അയ്യോ പുട്ടി മൊത്തം ഒലിച്ചു പോയി. അങ്ങനെ രാത്രി ഞങ്ങൾ ഇതിനെ കാറിക്ക് നോക്കാൻ പോയി. കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിയ മഴയല്ലേ. അല്ല, അവിടെ നല്ല മഴ പെയ്ത്. അവിടെ ഒരു 10-20 മിനിറ്റ് വെച്ച് നല്ല ശക്തിയായിട്ട് പെയ്ത്. ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ച് എല്ലാം അതാ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജോലിപ്പാടൊക്കെ ഇച്ചിരി ചെയ്യുമോ തലങ്ങണം കറങ്ങുന്നേ. അണ്ണൻ്റെ ആ പാത്രം കൈ വെച്ച് സഹായിക്കുന്നു. നമ്മുടെ മീൻകറി സെറ്റ് ആവുന്നില്ല. ആയില്ല, ഞാൻ മീനെ കൊണ്ട് ഇട്ടതേ ഉള്ളൂ കേട്ടോ. ചീനി പയറുപ്പേരിക്കരിഞ്ഞു, ചീര എരിഞ്ഞു. അപ്പം ഇതിനകത്ത് ഞാനേ തേങ്ങയില്ല. അതിപ്പോഴാണ് ഓർത്ത തേങ്ങ തീർന്നു. നമുക്ക് തിരിച്ചു വരുമ്പോൾ മേടിക്കാം. ഞാൻ ലാസ്റ്റ് തേങ്ങ എടുത്തത്. അമ്മ വീട്ടിൽ തേങ്ങ അടത്തിയപ്പോഴേ അവിടെ 3-4 തേങ്ങ ഉണ്ട്. തേങ്ങ അടത്തിയപ്പോഴത്തേക്കും അന്ന് ഞാൻ ഒരു ഷോട്ട് ഇട്ടായിരുന്നു, കൊണ്ടുവന്ന് മുകളിൽ കരിക്കൊക്കെ കുടിക്കുന്നത്. അന്നേരം എനിക്കൊരു ചാക്കിൽ തേങ്ങ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നമ്മൾ പൊതിച്ചല്ലേ ഓരോന്ന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് തേങ്ങ മെനഞ്ഞാന്നാണ് എടുത്തത്. അന്നേരം തീർന്നു. സത്യം പറഞ്ഞാൽ കുറേ നാളായി തേങ്ങ മേടിച്ചിട്ട്. അമ്മ എന്നിട്ട് ആ തേങ്ങ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തേങ്ങ മേടിക്കണം. അത് നമ്മളിന്ന് 100 രൂപയ്ക്ക് 1 കിലോ അങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ അതവിടെ നിന്ന് പറ്റട്ടെ. സമയമായോണ്ടേ തറയിലൊക്കെ പൊടിയായി ഇപ്പം തൂത്തോട്ടെ. അത് ശരി. മീൻകറിയും ചീനിയായാൽ നമുക്കങ്ങ് പോവാം. തോരനും ചീരയൊക്കെ പിന്നെ വന്നിട്ട് പെട്ടെന്ന് നിനിച്ച് ഞാൻ വരുമ്പോൾ മീനും ചോറും തരാം. ഇതുണ്ട് ഞങ്ങളുടെ ഊമപ്പൂച്ച ഇവിടെ വരുന്നത്. ശബ്ദം വെളിയിൽ വരത്തില്ല. ഇതല്ല കിങ്ങിണി കേട്ടോ. കിങ്ങിണി രാവിലെ പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല. വൈകിട്ട് അവിടെ കിടന്നോ, നിൻ്റെ അടി കിടക്കും. ദാണ്ടൊരു സുന്ദര കൂട്ടം വരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം. അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. എനിക്കിപ്പോൾ തന്നെ തളർന്നു കുത്തി ഞാൻ ഒരു പരുവായി. അപ്പോൾ ഓഫീസിലേക്ക് ഇതേ അണ്ണൻ പിന്നെ മുന്നാധാരമായിട്ട് പോവുകയാണ് കേട്ടോ.
സുന്ദരിയും സുന്ദരനും വരുന്നു. തുള്ളിച്ചാടിയാണ്. എന്തോ കിട്ടിയല്ലോ അതുകൊണ്ട്. എന്തോ അത് അതെന്തോ അത് എവിടെ നിന്ന് കിട്ടി? കളഞ്ഞു പോയതല്ലേ ഇത്? അണ്ട വീട്ടിൽ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. ഞാൻ അന്നേരേ പറഞ്ഞു പൊന്നു നിന്റെ ബാഗിൽ തന്നെ ഉണ്ട്, ബാഗിൽ തന്നെ ഉണ്ടെന്ന്. നോക്കട്ടെ, ഇത് ക്ലാസ് മോണിറ്റർ മാറ്റിയോ? ഇല്ലല്ലോ. അപ്പൊ ഇനി തിരിച്ചു കൊടുക്കണോ? മാറ്റുമ്പോ കൊടുക്കണം അല്ലേ? ഞാൻ അന്നേരം പറഞ്ഞു ട്യൂഷൻ ബാഗിലോ സ്കൂൾ ബാഗിലോ എല്ലാത്തിലും തപ്പൊക്കെ വരുന്നു. ഞാൻ ചുമ്മാ ഈ ഒറയില് പെൻസിൽ ഉണ്ടോന്ന് നോക്കിയപ്പോ ഇത് കിട്ടി. മോനുകുട്ട സുന്ദര ഏത് കളിയാന്ന് പറയട്ടെ? മീന അക്കാമീന ചെരുപ്പ കൂരിട്ട് തേങ്ങായ അത് ട്യൂഷന് പോണം. ഓരിട്ടന് വല്ല തിന്നാണ്ടെന്ന് മോനിട്ടനെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ നോമ്പ് പിടിച്ചേ. അബ്ദുൾ എന്നാ പേര്. അബ്ദുൾ അഹിക്കുന്ന പറഞ്ഞോട് ബഹളം ഉണ്ടാക്കി. അമ്മയെ വിളിച്ച് പറഞ്ഞേ വിളിക്കല്ലേ വിളിക്കല്ലേ എന്നെ അമ്മ അടിക്കൂന്ന്. കണ്ടോ? നീ പിടിക്കുന്ന കണ്ടിട്ടായിരിക്കും അവൻ ഇന്ന് പിടിച്ചത്. ഇന്നലെ നീ പിടിക്കുന്ന കണ്ടിട്ട് കണ്ടോ? പിന്നെ ആണെങ്കിൽ മെസ്സേജ് എങ്ങാണ്ടായി അവരുടെ അമ്മായിക്ക് കണ്ടോ ഇങ്ങനെ വെയ്യാതെ. അവരമ്മ അത്ത വന്നോ? ദാഹിച്ചില്ല മനസ്സ് പറഞ്ഞു. പിന്നെ അവന്റെ അടുത്ത് കൊടുത്തപ്പം സംസാരിച്ചിട്ട് അവൻ ടീച്ചറിന്റെ വെള്ളം മേടിച്ച് കുടിച്ച്. കണ്ട കൊച്ചു പിള്ളേർ ഈ യൂണിഫോം ഒക്കെ ഇട്ട് എങ്ങനെയാ? അതുകൊണ്ട് അമ്മ പറഞ്ഞത് ഇനി തൊട്ട് മക്കള് വീട്ടിൽ അടിച്ച് കാലിയാ ഓടിക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് കിടന്ന് ടെൻഷൻ അടിച്ച് മരിക്കാൻ. നിങ്ങളിനി ഈ സ്കൂളിൽ ഇല്ലാത്ത ദിവസം വീട്ടിൽ ഇരിക്കുമ്പോഴേ പിടിക്കാവും. സ്കൂളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് താങ്ങത്തില്ല. ഇന്നലെ കണ്ടില്ലേ വയ്യാതായത്? ഇന്ന് അമ്മ ചോറാട്ടോ നോമ്പിന്. ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, പപ്പടം, പിന്നെ തോരൻ, ഉപ്പേരി, ഇതൊക്കെ കേട്ടോ. ചോറ് എന്നിട്ട് 4 ദിവസം ആയില്ലേ നമുക്ക് അത് കഴിക്കാം. നീയല്ലല്ലോ നോമ്പ് പിടിക്കുന്നേ. ജ്യൂസും പൈനാപ്പിളും ഉണ്ട്, അത് മതി. പൊരിപ്പായിട്ടും ഒന്നുമില്ല ഇന്ന്. ഓക്കെ ഡൺ. അമ്മ എന്ത് പറഞ്ഞാലും ഡണ്ണ. അമ്മ എന്ത് പറഞ്ഞാലും ഡണ്ണ് ഡൺ. ഇവൻ കഴിക്കാൻ വേണ്ടി നമ്മള് അയ്യോ എന്റെ പൊന്നെ. വേണ്ട ഫ്രണ്ട്സിന്റെ പയറുപ്പേര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ എനിക്ക് വയ്യേ. എന്റെ ചീരത്തോര റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി പൊന്നിച്ചമ്മോട്ടനെ ട്യൂഷന് വിടാൻ പോവാണേ. പുതിയ പാട്ട് ഡാൻസ്. ട്യൂഷൻ ക്ലാസ്സിലെ എന്നാ ഞാൻ വരാം അണ്ണ. എനിക്ക് ചെരുപ്പ് എന്തേ? കാറിലാന്നോ? എനിക്ക് തുറക്കാം. പാൻറ് മാറ്റിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മറ്റേത് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടത് ഇത് സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള പാൻറ് കേട്ടോ. ഇതിട്ട് നമുക്ക് സ്കൂട്ടിയിൽ അപ്പുറം ഇപ്പുറം ഇരിക്കാൻ പറ്റത്തില്ല, വൃത്തികേടായിരിക്കും. മോനൂട്ടൻ എടുത്താ? മോനൂട്ടൻ എടാ എടുത്തോ? ഓക്കെ പോവാം, ഞാനും പോവാം. ഇത് പോവാൻ മടിക്കുന്നൊരു കാരണം എനിക്ക് ലാസ്റ്റ് ഇരിക്കാൻ സ്ഥലം കാണത്തില്ല, അതാണ്. ഞാൻ പുതിയ പാട്ട് പാടാം. മരിച്ചു പോയി, ശവപ്പെട്ടി എടുക്കാൻ മറന്നു പോയി. മീനാക്ഷി കുട്ടികൾ രണ്ടും തവളാച്ചി. ഓടിപ്പോയി. അയ്യോ അണ്ണേ താക്കോല്, അണ്ണേ വീടിന്റെ താക്കോല്. ഈ ഫോൺ മക്കള് പിടിച്ചു. ഫ്രണ്ടിലോട്ട് പോ. ഇവിടുന്ന് ഞാൻ എങ്ങനെ കയറും? അയ്യോ മോനൂട്ടൻ നിൽക്കും. പക്ഷെ മോനൂട്ടൻ എനിക്കിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ കൊണ്ട് വെച്ച് നീളം വെച്ചുകൊണ്ട് എനിക്ക് കാണത്തില്ല. ഇല്ല ഞാൻ പറയടാ ഇരിക്കടാ ഇരിക്കടാ ഇരിക്കടാ. പക്ഷെ അങ്ങനെ കുഴപ്പമില്ല. അവിടെ അടുത്ത ട്യൂഷൻ ക്ലാസ്. ഇനി അമ്മ വരുന്നില്ല. മക്കള് വെക്കോ. പെട്രോളുണ്ടോ? ഒരു കട്ടയുണ്ട് പെട്രോള്. എന്നാ അമ്മ ഏതാങ്ങ് പോട്ടെ. മക്കള് പൊക്കോ. കേട്ടോ ഉമ്മ. അങ്ങനെ ദേ ഞങ്ങൾ ഇട്ടുമ്പോൾ വിശേഷിച്ചു നമ്മൾ പുതിയ വീട്ടിലോട്ട് പോകാട്ടോ. ഇന്ന് വൈകിട്ട് അണ്ണൻ പോവും, അവിടെ ജോലിക്കാരുണ്ട്. അപ്പം ഞാനിപ്പോൾ നോമ്പായിട്ട് ഞാനും ചാടി കയറുന്നതാണ് സമയം പോകാൻ വേണ്ടിയിട്ട്.
ഒരു വഴി കൂടെ ഒക്കെ പോവാം. അതെ, ഒരു ചമ്മടി ജോലിയും കൂടെ. ഞാൻ എൻ്റെ മുന്നേ അലഞ്ഞു പോയി. ആ വീഡിയോയിൽ നിങ്ങൾ ആ കാണുന്നത് ഞാൻ ഈ കാണിക്കുന്നത് അതാണ് തോരൻ്റെ അടിയായി അല്ല മീൻകറി അടി ഇത്രയല്ലേ കാണുന്നുണ്ട്. പിന്നിൽ നമ്മൾ പിന്നല്ല അവിടെ പോകുന്നത്. അയ്യോ എൻ്റെ പൊന്നി എന്തൊരു വലച്ചിലായിരുന്നു. അത് നോമ്പും വെച്ചോണ്ടായതുകൊണ്ടാണ് പ്രശ്നം. ഇന്ന് നോമ്പ് തീർക്കാൻ സ്പെഷ്യലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മോനൂട്ടൻ്റെ മുഖം പെട്ടെന്ന് വാടിയിട്ട് എനിക്ക് സങ്കടം വന്നു. ഞാൻ പറഞ്ഞ അണ്ണേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞത് ചിക്കൻ റോളും കട്ട്ലറ്റും വാങ്ങാൻ കയറിയതാണ്. നമ്മുടെ മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ മക്കൾക്ക് നല്ല കാലം തന്നെയാണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചില സാഹചര്യത്തിൽ എനിക്ക് പകരമാവാൻ അണ്ണന് പറ്റില്ല, അണ്ണന് പകരമാവാൻ എനിക്കും പറ്റില്ല. അപ്പം നമ്മളുള്ളിടത്തോളം കാലം അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറ്റുന്ന പോലെ സാധിച്ചു കൊടുക്കണമെന്നാണ്. നമ്മളെത്തി. നല്ല വെള്ളമൊക്കെ അടിച്ചപ്പോൾ സുന്ദരിയായെണ്ണേ, സുന്ദരിയായി. സിറ്റൗട്ടും താഴത്തെ സിറ്റൗട്ടും തമ്മിലുള്ള വ്യത്യാസം ശരിയാ. മേളി നല്ല വെള്ളം. എവിടാ അത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അവർ കൂരയിലടിക്കുമല്ലേ. കൊള്ളാമോ ഫ്രണ്ട്സ് ഞങ്ങളുടെ സുന്ദരി. എൻ്റെ പൊന്നെ തളർന്നു കേട്ടോ ഞാൻ. എനിക്ക് വയ്യേ. ഞാൻ ദേ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുന്നു. പപ്പടം കുത്തി കാണുന്നില്ല. പിന്നെ ദേ അണ്ണൻ സാധാരണ അമ്മ പറഞ്ഞു പച്ചമാങ്ങ ഇഞ്ചി ഒക്കെ ഇട്ടിട്ടൊരു മാങ്ങ സർബത്ത്. എനിക്ക് കുറച്ച് മധുരം കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി. ഇനി ഞാൻ കൊണ്ടാട്ട മുളകൂടെ വറുക്കണം കേട്ടോ. എനിക്കിഷ്ടമാണ് കൊണ്ടാട്ട മുളക്. നമ്മുടെ മോനുകുട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ സന്തോഷമാണ്. ഗ്ലാസ് എടുത്ത് വെച്ചില്ല കേട്ടോ. സമയമായില്ല, 10-15 മിനിറ്റ് കൂടെ ഉണ്ട്. ഇത് അണ്ണനാ മുട്ട പപ്സ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ പപ്സ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മേടിക്കാത്ത. എനിക്ക് പൊന്നൂസിനും മോനുകുട്ടനും ചിക്കൻ റോള്, മോനൂട്ടനെ കട്ട്ലറ്റ് പറഞ്ഞു. പൊന്നൂനും മോനൂട്ടനും ഓരോ കട്ട്ലറ്റ്. ഇന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മോനൂട്ടൻ്റെ മുഖം വാടിയത് കണ്ടോ. പിന്നെ അതേ പൊന്നൂസിനും മോനുകുട്ടനും ഈ മാങ്ങാ ജ്യൂസ് തണുപ്പില്ലാത്തത് എടുത്ത് വെച്ചേക്കൊണ്ട് അടച്ച് വെച്ചേക്കും ഊക്ക് വെച്ചിട്ട്. ഇത് സോസ് എടുത്ത് വെച്ചതാ കേട്ടോ. അപ്പം എനിക്കും അണ്ണനും ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ചു, തണുപ്പോട് കൂടി കഴിക്കാം. അണ്ണൻ്റെ അമ്മയുടെ വെള്ളം അടിപൊളി കേട്ടോ ഫ്രണ്ട്സ്, നല്ല വെള്ളം, ആശ്വാസമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പച്ചമാങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പഞ്ചസാര, ഇത്രയിട്ട് അരിച്ചെടുത്താൽ മതി. നാരങ്ങയുടെ ചെറിയൊരു ഇത്, നല്ല രുചിയുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടേ. അയ്യോ എൻ്റെ പൊന്നേ, ഹാപ്പി ആയോ മോനൂട്ടാ കട്ട്ലറ്റൊക്കെ കണ്ടപ്പോൾ? അയ്യ പൊന്നൂന് ചിക്കൻ റോള് എടുത്ത് കഴിച്ചോ. ഓ എൻ്റെ പൊന്നെ, സമയം ഇപ്പോൾ 9:30 ആയിട്ടോ. അതേ ഞങ്ങൾ ചോറ് കഴിക്കാതിരിക്കുവാണ്. അത്താഴ്ചയും മോക്കും ലാസ്റ്റ് മോരുകറി വേണമെന്ന്. പിന്നെ അതേ പെട്ടെന്നൊരു മോരുകറിയും കൂടെ തട്ടിക്കൂട്ടി. പക്ഷെ ഞാൻ മോനൂടനും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തോ ഭയങ്കര, ഇവർക്ക് അതാ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇന്നെന്തോ ഭയങ്കര തലവേദന കേട്ടോ, ഭയങ്കര തലവേദന. ഇപ്പം ചായ ഒന്നും അങ്ങനെ കുടിയൊന്നുമില്ലല്ലോ. എന്തോ അലച്ചിലും ബാളും വെയിലും കൊണ്ടോണ്ടായിരിക്കും. ഞാൻ മോരുകറി കൂട്ടി, പക്ഷേ ഈ കൂട്ടിയല്ല കഴിച്ചത്. മോരുകറി ചോറിന്റെ കൂടെ കഴിച്ച്, മീൻ കറി ഞാൻ ചീനിയുടെ കൂടെ കഴിച്ചു. വ്യത്യാസം ഉണ്ടല്ലോ. കുറേ നാൾ കൂടി കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ അല്ല, ചോറ് നമുക്ക് എത്ര കഴിച്ചാലും 4 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ്. പിന്നെ അതുപോലെ നോമ്പ് പിടിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ആഹാരത്തിന് ഭയങ്കര ടേസ്റ്റുമാണ്, ആഹാരത്തിന് വിലയും അറിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾക്ക് ഇത്രേ ഉള്ളായിരുന്നു. പൊന്നൂസ് പോരട്ടെ. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ടാറ്റാ.